ഞങ്ങൾക്ക് TRCയുടെ ആപ്ലിക്കേഷൻ ഇട്ടിട്ട് ഞങ്ങൾക്ക് ഹെൽത്ത് സ്ക്രീനിങ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള അപ്പോയിൻമെൻറ്റ് തരാൻ പറഞ്ഞാൽ അവർ നമുക്ക് അപ്പോൾ തന്നെ പിറ്റേ ദിവസത്തേക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് എന്നാ സൗകര്യമുള്ളതെന്ന് വെച്ചാൽ അന്നത്തേക്ക് നമുക്ക് അവർ അപ്പോയിൻമെൻറ്റ് തരുന്നുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ പറയാൻ പോണത് ഇന്ന് ഡേ ഔട്ട് വ്ളോഗൊന്നുമല്ല. ഇന്ന് നമുക്ക് നമ്മുടെ ഇവിടുത്തെ മെഡിക്കലിനുള്ള ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാ സംഭവം, എന്താ സംഭവം എന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മളിവിടെ നിന്നിട്ട് മെയിനായിട്ട് ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് TRCക്ക് അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ TRCക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെഡിക്കൽ എടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അടുത്ത് പുതിയതായിട്ട് തുടങ്ങിയ ഒരു നിയമമാണത്. അപ്പോൾ വന്നിട്ട് നമ്മൾ TRCക്ക് അപ്ലൈ ചെയ്തു. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ TRCക്ക് അപ്ലൈ ചെയ്ത സമയത്ത് അവർ നമ്മുടെ അടുത്ത് പറയേണ്ടായിരുന്നു നമ്മൾ മെഡിക്കൽ സബ്മിറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ മെഡിക്കൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടുന്ന് ഹെൽത്ത് സ്ക്രീനിങ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്. അപ്പോൾ നമ്മളത് ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മുടെ നാട്ടിൽ മെഡിക്കൽ എടുക്കണവരെ ഇവിടെ ചെയ്യണ ഒരു പരിപാടിയാണ് ഹെൽത്ത് സ്ക്രീനിങ്. അപ്പോൾ നമുക്ക് അതിന് ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളത് പോയി എടുക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ മെഡിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ TRCക്ക് അപ്ലൈ ചെയ്യണ സമയത്ത് നമ്മൾ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ട സാധനമാണ് ഈ ഹെൽത്ത് സ്ക്രീനിങ്. ഇത് നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ റൂള് വന്നപ്പോൾ അതിൽ വന്നാണ് ചേഞ്ചസിലൊന്നാണ് ഈ ഹെൽത്ത് സ്ക്രീനിങ് നമ്മൾ ഇവിടെ നിന്നിട്ട് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത്. നമ്മൾ ബാക്കിയുള്ള കൺട്രീസിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഓൾറെഡി നമ്മൾ അമൃതയിലൊക്കെ പോയിട്ട് ഹെൽത്ത് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അല്ല, നമ്മളവിടെ മെഡിക്കൽ എടുക്കുന്നതാണ് പറയുന്നത്. ഇവിടെ അതിന് ഹെൽത്ത് സ്ക്രീനിങ് എന്നാണ് പറയുന്നത്. ഇവിടെ അതുപോലെ ചെസ്റ്റ് എക്സ്റേ അതുപോലെ 2 ഇഞ്ചക്ഷനൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടുത്തെ ഒരു ഹെൽത്ത് സ്ക്രീനിങ് എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജ് തന്നെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് TRC കാർഡ് നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ TRC കാർഡിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവരുടെ സൈറ്റിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് നമ്മൾ ഇവിടുത്തെ ഹെൽത്ത് സ്ക്രീനിങ് അതുപോലെ തന്നെ ഇവിടുത്തെ ഹൗസിംഗ് അതോറിറ്റിയുടെ എഗ്രിമെൻ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യണമെന്ന്. അപ്പോൾ ഈ ഹെൽത്ത് സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മെഡിക്കൽ എടുക്കുന്ന പോലത്തെ സെയിം സംഭവം തന്നെ ഇവിടെ ചെയ്യണു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ എടുക്കണേ, എന്താ ചെയ്യണതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ഡയറക്റ്റ് ഹോസ്പിറ്റലിൻ്റെ സൈറ്റിലേക്ക് നമുക്ക് എൻക്വയറീസിലേക്ക് നമുക്ക് മെയിൽ അയക്കാം. ഞാൻ സ്റ്റുഡൻ്റാണ് മാൾട്ടയിൽ. കറൻ്റ്ലി എനിക്ക് TRCക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് മെഡിക്കൽ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മെഡിക്കലിന് ഹെൽത്ത് സ്ക്രീനിങ്ങിന് അപ്പോയിൻമെൻറ്റ് വേണം എന്ന് പറഞ്ഞ് നമ്മൾ ഡയറക്റ്റ് ഹോസ്പിറ്റലിന് മെയിൽ അയക്കാറ്. അപ്പോൾ അവർ നമുക്ക് പിറ്റേ ദിവസം തന്നെ നമുക്ക് റിപ്ലൈ പെട്ടെന്ന് തരും. നമുക്ക് പിറ്റേ ദിവസത്തേക്ക് തന്നെ അപ്പോയിൻമെൻ്റൊക്കെ അവരൊന്ന് സെറ്റ് ചെയ്ത് തരും. ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് ഞാനും എൻ്റെ റൂംമേറ്റ്സ് ഉണ്ട്, വിഷ്ണു ആദർശയും, ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് ഇന്നലെ മെയിൽ അയച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് രാവിലത്തേക്ക് തന്നെ അവർ അപ്പോയിൻമെൻറ്റ് തന്നു. അവർക്ക് രാവിലെ 9 എനിക്ക് രാവിലെ 10 അപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ടൈമായി. അപ്പോൾ നമ്മൾ ഇനി ഓൺ ദ വേ ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമ്മൾ ഇറങ്ങി. നമുക്ക് 9:30 അപ്പോയിൻമെൻറ്റ് ചെയ്യണേ. ഇവിടെ ഊർമി എന്നുള്ള സ്ഥലത്തുള്ള സെൻറ്റ് തോമസ് ഹോസ്പിറ്റലിലാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് എന്നാണ്. പ്രത്യേകിച്ച് കൊണ്ടുപോകാനും ക്യാരി ചെയ്യാനായിട്ടൊന്നുമില്ല. നമ്മൾ അപ്പോയിൻമെൻറ്റിൻ്റെ സമയത്ത് ചെന്നായി നമുക്ക് അവിടെ നിന്ന് തന്നെ അവർ എല്ലാം ചെയ്തിട്ട് ഇഞ്ചക്ഷനും ബാക്കി കാര്യങ്ങളൊക്കെ തന്നിട്ട് നമുക്ക് അരമണിക്കൂർ എത്തുന്ന പരിപാടിയുള്ളൂ എന്നാണ് ചെയ്ത പിള്ളേരൊക്കെ പറഞ്ഞത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലെത്തി, സെൻറ്റ് തോമസ് ഹോസ്പിറ്റലിലെത്തി. ഇനിയിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് ഇവിടെ 9:30 അപ്പോയിൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സംഭവം എന്ന് നോക്കാം. നമ്മളിവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്ററും തരും. അതുപോലെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളുടെ ഒരു പേപ്പറും നമുക്ക് തന്നു. അപ്പോൾ ഇതുകൊണ്ട് ഇതിൽ നമുക്ക് ചെസ്റ്റ് സ്കാനിങ്ങും അതുപോലെ ചെസ്റ്റ് എക്സ്റേയും അതുപോലെ 2 വാക്സിനാണ് ഉള്ളത്. ഇതിനിപ്പോൾ 2 കൂടി മൊത്തം €164 അവർ പേ ആയിരുന്നു. നമ്മൾ വന്ന് കയറി കഴിഞ്ഞാൽ നമ്മുടെ അപ്പോയിൻമെൻറ്റ് ടൈം പേര് വിളിച്ചിട്ട് അവരകത്ത് കയറ്റിയിട്ട് ചെസ്റ്റിൻ്റെ എക്സ്റേ എടുത്തു. ആദ്യം തന്നെ ഇനിയിപ്പോൾ നമ്മൾ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം. സിമ്പിൾ പരിപാടികളാട്ടോ. ഒരു ഫോം നമ്മളിതിനകത്ത് എല്ലാം നമ്മുടെ സ്റ്റുഡൻറ്റ് ആപ്ലിക്കേഷൻ കിട്ടാമെന്ന് അവർ ചോദിക്കും. അപ്പോൾ നമ്മളത് പറഞ്ഞ് കൊടുക്കണം. അതുപോലെ ഇവിടെ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് വേണം. ഇനി എല്ലാം കഴിയുമ്പോൾ ഇവർ നമുക്ക് ഫില്ല് ചെയ്ത് തരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഹോസ്പിറ്റലിൽ മാത്രമല്ല, ഇവിടെ വേറെ പല ഹോസ്പിറ്റലും ആക്ച്വലി ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്ക് മെയിൽ ID ഒന്ന് ഇവിടുത്തെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾ വരുമ്പോൾ എന്തായാലും ഒരു ID കൊണ്ട് തന്നെ ആയിരിക്കും നല്ലത്. ഞങ്ങൾ ആണെങ്കിൽ ID ഒന്നും എടുത്തില്ല, പാസ്പോർട്ടും കൊണ്ടുവരാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഫോണിലുണ്ടെങ്കിൽ കാണിച്ചു കൊടുത്താലും മതി, പ്രശ്നമൊന്നുമില്ല. പക്ഷെ വരുമ്പോൾ എന്തായാലും ID എടുക്കുന്നത് നല്ലതായിരിക്കും.
അപ്പോൾ നമ്മുടെ മെഡിക്കൽ കഴിഞ്ഞു. നമുക്ക് 2 വാക്സിൻ എടുത്തു, അതുപോലെ തന്നെ ചെസ്റ്റ് സ്കാൻ ചെയ്തു. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ ഡോക്യുമെൻറ്റ്സ് ഒന്നുണ്ട്. ഇത് നമുക്ക് മാട്ടയിൽ ഉടത്തോലെയാണ് നമ്മൾ കയ്യിൽ കീപ്പ് ചെയ്യേണ്ട സാധനമാണ്. ഇതിൽ ഡോക്ടറുടെ സൈൻ ഉണ്ടാകും, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ സീല്, അതുപോലെ നമ്മളെടുത്ത വാക്സിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ മെഡിക്കൽ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് തന്ന കുറച്ച് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് നമ്മൾ സൂക്ഷിച്ച് കൈ തന്നെ വയ്ക്കണം. അത് നമുക്ക് മാട്ടയിൽ, ഞാൻ പറയാം, മാട്ടയിൽ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് അതിന് വാലിഡിറ്റി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് കളയാണ്ട് നോക്കണം എന്നാണ് നേഴ്സ് പ്രത്യേകം പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നമ്മുടെ ഇനി നേരെ വീട്ടിലേക്കാണ് പോണേ. ഇന്ന് വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. കൈക്കൊക്കെ അത്യാവശ്യം ചെറിയിട്ട് വേദന തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബൈ ഗൈസ്, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.